ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുവഴി കപ്പലിൻ്റെ ഓട്ടം വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ്. അതുവഴി പോയാൽ ഏത് കപ്പലും കത്തിക്കും എന്നാണ് IRGCയുടെ ഒരു മുന്നറിയിപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ കപ്പലുകളെല്ലാം അതുവഴി യാത്ര നിർത്തുന്നു. ഒപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ LNG പൂർണ്ണമായും ഉൽപ്പാദനം നിർത്തുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെല്ലായിടത്തും ഈ വില കുത്തനെ ഉയരുന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം 80 ഒരു ബാരലിന് $80 എന്ന നിലയിലാണ് എത്തിയതെങ്കിൽ അത് 100 വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതേപോലെ തന്നെ സാമ്പത്തിക വിശകലനം നടത്തുന്ന ആളുകളെല്ലാം പറയുന്നത്. അത് ഇന്ത്യയും ബാധിക്കും എന്നുള്ളതാണ്. ഈ യുദ്ധം നമ്മുടെ അടുക്കളകൾ പോലും ബാധിക്കാനിരിക്കുകയാണ്. അത് ഗൾഫിൽ നിന്നുള്ള വരുമാനം നിലക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ LPGയുടെ കാര്യത്തിലാണ് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആദ്യ പ്രതിസന്ധി ഉണ്ടാവുക. പാചകവാതകത്തിൻ്റെ വിഷയത്തിലാണ്. ഏറ്റവും കൂടുതൽ എണ്ണ ഒരുപക്ഷെ മറ്റുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ശേഖരിക്കാൻ പെട്ടെന്ന് സാധിക്കുമെങ്കിലും അവിടെ വില ഉയരുമെങ്കിലും LPGയുടെ കാര്യത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് 55% ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ആലോചന എന്ന് പറയുന്നത് അതിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. റേഷനിങ് സംവിധാനത്തോടു കൂടി മാത്രം LPG വിതരണം ചെയ്യുക തുടങ്ങിയ നിലപാടിലേക്കെല്ലാം എത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുക്കളകളെ പോലും വളരെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു യുദ്ധമായി ഇത് മാറും. ദീർഘകാലം ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികൾ നമുക്കുണ്ടാവുന്നു. ഗൾഫിലെ പ്രതിസന്ധി, എണ്ണ വില കൂടുന്നത് കാരണം നമ്മുടെ എല്ലാ സാധന സാമഗ്രികൾക്കും വില കൂടും. പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നതോടുകൂടി വ്യാപാര മേഖലയിലെ എല്ലാ വസ്തുക്കൾക്കും വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒറ്റയടിക്ക് യൂറോപ്പിൽ ഗ്യാസിന് 50% വില കൂടിയെന്ന് പറയുമ്പോൾ സമാനമായുള്ള സാഹചര്യം തന്നെയാണ് ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായി മാറും. ആഗോള സാമ്പത്തിക രംഗത്ത് നമ്മൾ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഓഹരി വിപണികൾ താഴുന്നു, സ്വർണ്ണവില താഴേക്ക് വരുന്നു. ഈ രംഗത്ത് ഇന്ത്യയുടെ രൂപയുടെ മൂല്യമടക്കം വൻതോതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹോർമുസ് കടലിടുക്കിലെ പല ഭാഗത്തും ഇറാൻ ചെയ്തിട്ടുള്ളത് അവർ താഴെ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന തരത്തിൽ അവർക്ക് ശേഷിയുണ്ട്. നേരത്തെ തന്നെ ആ തരത്തിലുള്ള ഒരു സന്നാഹങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, പേർഷ്യൻ കടലിനെയും അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒമാൻ സിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ ചുരുങ്ങിയ 33 കിലോമീറ്ററുകൾ മാത്രം വീതിയുള്ള കപ്പൽ ചാലാണ് യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ആ വഴി ആണ് യഥാർത്ഥത്തിൽ ലോകത്തേക്കുള്ള 20% ക്രൂഡ് ഓയിലിൻ്റെയും ചരക്ക് നീക്കം നടക്കുന്നത്. അത് മുഴുവൻ നിലച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി അതിനെ മറികടക്കാൻ ലോകരാജ്യങ്ങൾ നോക്കുന്നത്? അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും എന്നെല്ലാം അറിയണമെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയേണ്ടി വരും. തീർച്ചയായിട്ടും. എന്തായാലും അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഇപ്പോൾ തന്നെ വരുന്നത് അസംസ്കൃത ക്രൂഡ് ഓയിലിന്റെ വിലയടക്കം വർദ്ധിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഇനി വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക സംഘർഷങ്ങളിലേക്ക് കൂടെ മൊത്തം ലോകം തന്നെ കടക്കുമെന്നുള്ളതാണ്. യുദ്ധത്തിൽ പങ്കാളികളാകാത്തവരെ കൂടെ വലിയ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൂടി ഇനി ലോകം കാണാനും നേരിടാനും ഇരിക്കുന്നതേ ഉള്ളൂ